ഇതുപോലെ നാളെ നീ പടച്ചവന്റെ കോടതിയിലെത്തുമ്പോ കോടി ലഭിച്ചവൻ കോടിയുടെ അക്കൗണ്ട് ബുക്ക് കൊണ്ടല്ലാതെ റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലാൻ പറ്റൂല. അതുകൊണ്ട് പെങ്ങളെ, അവിടെ തിളച്ചു മറിയുന്ന മരുഭൂമിയിൽ കിടന്ന് തീരുക്കുന്ന സൂര്യനോട് മല്ലടിച്ചിട്ട് നിന്റെ ഭർത്താവ് രക്തം വിയർപ്പാക്കിയിട്ട് അയച്ചു തരുന്ന പണം കൊണ്ട് തലശ്ശേരി അങ്ങാടിയിൽ പോയി മാനം കൊള്ളുന്ന പെങ്ങളെ, കണ്ണൂരിൽ പോയിട്ട് തുള്ളിച്ചാടുന്ന സഹോദരി, കോഴിക്കോട് പോയി ഷോപ്പിംഗ് നടത്തുന്ന പെങ്ങളെ, ഈ പണത്തിന്റെ കണക്ക് അള്ളാന്റെ കോടതിയിൽ അവതരിപ്പിക്കേണ്ടതാ. 1,00,000 രൂപയിൽ നിന്ന് 50,000 CD വാങ്ങിയതാ, 20,000 CD വാങ്ങിയതാ, 30,000 അവിടെ ഷോപ്പിംഗ് നടത്തിയതാ. ഇങ്ങനെ കണക്ക് പറഞ്ഞ റബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെടുമോ സഹോദരി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഗവൺമെന്റിൽ നിന്ന് ചെറിയൊരു സംഖ്യ ഉണ്ടായിരുന്നു. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാര് മാർക്കറ്റിൽ പോയി കച്ചവടം നടത്തുന്ന പെണ്ണുങ്ങളല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാര് ഏതെങ്കിലും ബിസിനസ് മാളുകളിൽ പോയി നിൽക്കുന്ന ആളുകളല്ല. വേണ്ടത് ചെയ്തു കൊടുക്കേണ്ടത്. അങ്ങനെ ഗവൺമെന്റിൽ നിന്ന് ഒരു ചെറിയ സംഖ്യ അവർക്കുണ്ട്. പക്ഷേ ആ സംഖ്യ കിട്ടുന്ന ദിവസം ആയിഷ റളിയല്ലാഹു അൻഹ പത്നിയാണ്. കാരണം ആ കിട്ടുന്ന ദിവസം ഒരുപാട് ആളുകൾ വരും. എല്ലാവർക്കും സംഭാവന ചെയ്ത് പാവപ്പെട്ടവരെ മുഴുവനും സഹായിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിയുടെ പേരിൽ എഴുതിക്കൊടുത്ത ചെറിയ ഒരു സ്ഥലം അഥവാ ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോൾ അത് സഹോദരിയുടെ പേരിലായി. അത് മുഴുവനും വിറ്റിട്ട് മുഴുവൻ സംഖ്യയും പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്തു എന്ന് ഹയാത്ത് ആയിഷയിൽ വായിക്കാം. ഇതുപോലെ ആയിരുന്നു ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ ജീവിതം. അതുകൊണ്ട് പെങ്ങളെ, പടച്ചവനെ മറന്നുകൊണ്ട് നീ വസ്ത്രം ധരിക്കാൻ പാടില്ല. നിങ്ങളെ പടയ്ക്കുക മാത്രമല്ല പടച്ചവൻ ചെയ്തത്, ഖദ്ദർനാ ബൈനകുമുൽ മൗത, നിങ്ങൾക്ക് നമ്മൾ മരണത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. വമാ നഹ്നു ബിമസ്ബൂഖീൻ, നമ്മൾ മുൻകടക്കപ്പെടുന്നവരല്ല. സമയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതല്ല. വലകും ഫിൽ അർളി മുസ്തഖറുൻ വമതാഉൻ ഇലാ ഹീൻ, നിങ്ങൾക്ക് ഈ ഭൂമിയിൽ താമസമുണ്ട്, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട സമയവുമുണ്ട്. ഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, നിങ്ങളതുകൊണ്ട് കർമ്മം ചെയ്യാൻ വേണ്ടിയുള്ള ജീവിതമാണിത്. സൽക്കർമ്മങ്ങളിലൂടെ സ്വർഗം നേടേണ്ട ജീവിതമാണിത്. നല്ല കാര്യങ്ങൾ ചെയ്ത് പറുദീസ പാകപ്പെടുത്തേണ്ട ജീവിതമാണിത്. അല്ലാതെ ഇഷ്ടമുള്ളതുപോലെ ഓടി നടക്കാനല്ല. നാളെ ഈ ജീവിതം കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ളത് എന്താണ്? അവരുടെ കർമ്മങ്ങളുടെ മേലാണ് അവർ പുനർജനിപ്പിക്കപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരെ ഇനി പുനർജനിപ്പിക്കുന്നത് അവരുടെ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ മനുഷ്യന്റെ തുടക്കം എവിടെയാണ്? അവന്റെ പരിണാമഘട്ടങ്ങൾ ഏതാണ്? ഇനി ഇവിടുത്തെ ജീവിതം ലിമിറ്റഡാണ്. ഇനി മരിക്കാതെ ഒരാൾക്കും ഒഴിയാൻ സാധ്യമല്ല. കദാലിക അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്നതാണ്. അൽ മുത്തഖീന അല്ലദീന തതവഫാഹുൽ മലായികതു തയ്യിബീന യഖൂലൂന സലാമുൻ അലൈക്കും ഉദ്ഖുലുൽ ജന്നത ബിമാ കുൻതും തഅമലൂൻ. ഇവിടെ സൽക്കർമ്മം ചെയ്ത ആളുകളാണെങ്കിൽ പടച്ചവന്റെ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിച്ചു,
അല്ല പറഞ്ഞതിനെ കണ്ടു, അത് മാത്രം പരിമിതപ്പെട്ടു. അല്ല വിലക്കിയതാണ് മോനെ, അന്യ പെണ്ണിന്റെ കൂടെ ഇടപഴകാൻ പാടില്ല, അന്യ സ്ത്രീ പുരുഷന്മാര് ഇടകലരാൻ പാടില്ല. മൊയ്ലിയാരെ അതൊക്കെ ലേറ്റസ്റ്റ് ഫാഷനല്ലേ ഇപ്പോ? മോനെ, ഒരു ഫാഷനും പ്രപഞ്ചത്തിന്റെ നിയമം മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ശാസ്ത്രവും മരണത്തെ തോൽപ്പിച്ചിട്ടില്ല. ഒരു ശാസ്ത്രവും കൃത്യമായി പറഞ്ഞാൽ രോഗങ്ങളെ അതിജയിച്ചിട്ടില്ല. ഇവിടെ അല്ലാഹുവിന്റെ വ്യവസ്ഥിതിയാണ് നടക്കുന്നത്. ആ വ്യവസ്ഥിതിക്കപ്പുറം ഒരു വ്യവസ്ഥിതിയുമില്ല. അല്ലാഹു അലാ കുല്ലി ശൈഇൻ ഖദീർ. എല്ലാത്തിന്റെയും മേൽ അധികാരിയായ അല്ലാഹുവിന്റെ നിയമങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അത് മാറ്റിവെക്കാൻ ആർക്കും സാധ്യമല്ല. അതേ സമയത്ത് നീ സൽക്കമ്മിയായ മനുഷ്യനാണോ, അല്ലാഹു തആല അവരുടെ റൂഹിനെ പിടിക്കുന്നതാണ്, അഥവാ മലക്കുകൾ അവരുടെ റൂഹിനെ പിടിപ്പിക്കുന്നതാണ്. തതവഫാഹുൽ മലായികത്തു തയ്യിബീൻ യഖൂലൂന സലാമുൻ അലൈക്കും. അവരുടെ പരിശുദ്ധാത്മാക്കളെ അല്ലാഹു തആല ശാന്തിയുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ അവരുടെ റൂഹ് പിടിക്കുന്നതാണ്. എന്നിട്ട് പറയും, നിങ്ങൾ സ്വർഗത്തിൽ കടന്നോ, ബിമാ കുന്തും തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിച്ച സൽക്കർമ്മങ്ങളുടെ കാരണത്താൽ നിങ്ങൾ സ്വർഗത്തിൽ കടന്നോ. യാ അയ്യത്തുഹൽ നഫ്സുൽ മുത്മഇന്നത്തു ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ്യ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലാഹുവിൽ അചഞ്ചലമായി വിശ്വസിച്ച് അവനിൽ വിലയം പ്രാപിച്ച ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി, നീ നിന്റെ റബ്ബിലേക്ക് മടങ്ങിക്കോ. റാദിയതൻ മർദിയ്യ, പരസ്പരം തൃപ്തിപ്പെട്ടവരായ നിലക്ക്. ഫദ്ഖുലി ഫീ ഇബാദി, അടിമകളിലേക്ക് അഥവാ എന്റെ ഇഷ്ടദാസന്മാരിലേക്ക് ചേർന്നോ. വദ്ഖുലി ജന്നതി, എന്റെ സ്വർഗത്തിലേക്ക് ചേർന്നോ. നല്ല മനുഷ്യന്മാര് മരിക്കുന്നത് എങ്ങനെയാണ്? അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ കഫൻപുടവയൊക്കെ പൊതിഞ്ഞു കഴിഞ്ഞപ്പോ ഒരു വെള്ളപ്പറവ പോലെയുള്ള സാധനം വന്ന് അവിടുത്തെ കഫൻപുടവയിലെ കണ്ണ് കയറി. ഖബറിൽ കിടത്തിയിട്ട് അല്പസമയം കഴിയുമ്പോ അതാ ഖബറിന്റെ ഉള്ളിൽ നിന്ന് കേൾക്കുകയാണ്, യാ അയ്യത്തുഹൽ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ്യ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്കീർത്തനങ്ങൾക്ക് വിധേയമായ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ ആധികാരിക ശബ്ദമാണ്. അതുകൊണ്ട് മോനെ, വ്യക്തിത്വം കാണിക്കേണ്ടത് അവിടെയാണ്. മരിക്കുന്ന സമയത്ത് ചിരിച്ചു മരിക്കണം. സ്വർഗത്തിലേക്ക് പോകാൻ പാകപ്പെട്ട നിലയിൽ മരിക്കണം. അവിടെയാണ് ജീവിത വിജയം. ഇവിടുത്തെ ജീവിതം ഒരു 100 100 ചില്ലറയോ വയസ്സിന്റെ ഉള്ളിൽ പരിമിതപ്പെട്ടതാണ്. അതേ സമയത്ത് എത്രയോ നീണ്ട ലോകമാണ് പരലോകം. നമ്മൾ വിചാരിക്കും, ഓ മൗല്യമാരെയൊക്കെ കണ്ട ഇതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ അല്ലേ, എന്റെ മോനാരാ MBA MCA MBBS എഞ്ചിനീയറിംഗ് BTech MTech ഇനി എന്തെങ്കിലും ഓൾ സ്ക്വയർ എല്ലാം കൂടിയാണ്. പക്ഷേ ആ വിലാസങ്ങൾക്കൊന്നും ഇവിടെ നിലനിൽക്കില്ല. ഇതിന്റെ അർത്ഥം ഭൗതിക വിദ്യാഭ്യാസം വേണ്ടാന്നല്ല. പക്ഷേ ഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ടി ആത്മീയ വിദ്യാഭ്യാസം നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ മക്കൾ എഞ്ചിനീയേഴ്സ് ഉണ്ടാകണം, എന്നാലല്ലേ പള്ളി പണിയാൻ പറ്റൂ. അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് മേഖലകളിൽ നമ്മുടെ ആളുകൾ ആവശ്യമാണ്. ഡോക്ടേഴ്സ് ഉണ്ടെങ്കിലല്ലേ ചികിത്സിക്കാൻ പറ്റൂ. ഫിസിഷ്യന്മാരില്ലെങ്കിൽ എങ്ങനെയാണ് ചികിത്സിക്കുക? അങ്ങനെ എല്ലാ ആവശ്യമായ മേഖലകളിലും ആള് വേണം. അതിനുവേണ്ടി മതത്തെ ബലി കഴിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. മതത്തെ ബലി കഴിക്കുക
വീട്ടിലില്ലേ? എന്റെ മകൻ എഞ്ചിനീയറാണ്, പക്ഷേ നിസ്കാരത്തിന്റെ ഫർള് എത്രയെന്നറിഞ്ഞുകൂടാ, നിസ്കരിക്കണ്ടേ എങ്ങനെയെന്നറിഞ്ഞുകൂടാ. അപ്പോഴവൻ അപകടത്തിലല്ലേ വാപ്പാ? അനിവാര്യമായ മതവിദ്യാഭ്യാസം പോലുമില്ലാതെ പണത്തിന്റെ പളപളത്തിൽ ഭൗതികതയുടെ പരിപ്രേക്ഷങ്ങൾക്ക് വേണ്ടി ജീവിതം ഓടിച്ചുപോയ പുതിയ തലമുറയൊന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ? കാരണം എന്താ? ഇന്ന് കൊച്ചു വെളുപ്പാങ്കാലത്ത് ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് പോകുന്ന കുട്ടിക്ക് മദ്രസയെ പഠിക്കാൻ നേരമില്ല. ഇതുപോലെ നമ്മുടെ സംസ്കാരങ്ങൾ മാറി മറിഞ്ഞു വരുമ്പോ എന്റെ മകന്റെ 1ഉം 2ഉം 3ഉം അവന്റെ ആഖിറത്തിന്റെ വിജയമാണ്. പിന്നെയാണ് അവന് ദുനിയാവിലെ വിജയം. അവന് മാന്യമായി ഇവിടെ ജീവിക്കണം, ഇജ്ജത്തോടെ ഇവിടെ മുന്നേറണം. പക്ഷേ അതിനേക്കാൾ വലുതാണ് 100 കൊല്ലത്തെ ഭൗതിക ജീവിതത്തിൽ അവന് അഭിമാനം വേണമെന്ന് വാപ്പ ചിന്തിക്കുന്നത് മോനോടുള്ള സ്നേഹമാണ്. എന്നാൽ 1000 കൊല്ലത്തിലല്ല, അവസാനിക്കാത്ത പരലോകത്തവന് സ്വർഗം വേണമെന്നല്ലേ സ്നേഹമുള്ള വാപ്പ ചിന്തിക്കേണ്ടത്. ും റമദാൻ മാസമാകുമ്പോ മദ്രസയുടെ പരീക്ഷ എടുക്കും. ചൊവ്വാലാകുമ്പോഴോ അല്ലെങ്കിൽ റമദാൻ മാസമാകുമ്പോഴോ റിസൾട്ട് വരും. അതിന് നമ്മുടെ സമുദായത്തിലെ രക്ഷാക്കൾ എത്രയാൾ അന്വേഷിക്കും. അതേ സമയത്ത് ഇപ്പൊ SSLCയുടെ റിസൾട്ട് വന്നു. വാപ്പമാരോടൊക്കെ ഒന്ന് ചോദിച്ചേ മോന്റെ റിസൾട്ട് എങ്ങനെയാണ്? അപ്പൊ പറയും 4 A+, ഒരു Aയും ഒരു Dയും ഒക്കെ ഉണ്ട് എന്റെ മോന് എന്നൊക്കെ പറഞ്ഞ് വാപ്പമാര് ഡീറ്റെയിലായി റിസൾട്ട് പറയുന്നില്ലേ? കാരണം നിങ്ങളുടെ ഭൗതികതയെ അത്രയ്ക്ക് പ്രേമിച്ചുകൊണ്ടാണ്. അതേ സമയത്ത് മകൻ മദ്രസയിൽ എത്രയാണ്, കഴിഞ്ഞ എക്സാമിന് മാർക്ക് എത്രയാണ്, മദ്രസയിൽ ഇങ്ങനെ പോകുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഓതുന്നുണ്ട്, കുഴപ്പമില്ലെന്ന ഉസ്താദ് പറഞ്ഞത്. അങ്ങനെ ഒഴുക്കം മറ്റിലല്ലേ മറുപടിയുള്ളത്? നിങ്ങളുടെ ഇമ്പോർട്ടൻസ് എവിടെയാ? അതിനനുസരിച്ചല്ലേ നിങ്ങളുടെ മക്കളുടെ റിയാക്ഷൻ ഉണ്ടാവുക. വാപ്പ കമ്പൽസറിയായി മദ്രസയിലെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോ അതിന് മകന് പ്രാധാന്യം ഉണ്ടാവും. ഇതൊന്നുമില്ല. പള്ളിക്കൂടത്തിൽ പരീക്ഷ എടുക്കുമ്പോ ട്യൂഷൻ വേണം, അതും പോരാങ്കിൽ നൈറ്റ് ക്ലാസ് വേണം, അതും പോരെങ്കിൽ സ്പെഷ്യൽ ക്ലാസ് വേണം. ഇതെല്ലാം കൊടുത്ത് പാസ്സാക്കാൻ ശ്രമിക്കുമ്പോ നമ്മുടെ മക്കളുടെ ആത്മീയ കോഴ്സിൽ അവരെവിടെ എത്തി അന്വേഷിക്കാൻ നമുക്ക് നേരമില്ല. എന്നാൽ ഖുർആൻ പറയട്ടെ, നല്ലവരായ ആളുകൾ എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഖബർ മറമാടാൻ വേണ്ടി, ഒരു ഖബറാളിയെ മറമാടാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഖബറിന്റെ ഉള്ളിലെ കുഴി റെഡിയാകുന്നതേ ഉള്ളൂ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തല ഉയർത്തിയിട്ട് പറയുകയാണ്, അല്ലാഹുവിനോട് ഖബറിന്റെ ശിക്ഷയെ തൊട്ട് കാവൽ തേടണേ. രണ്ടോ മൂന്നോ തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിളിച്ചു പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അൽ അബ്ദുൽ മുഅ്മിനു ഇദാ കാന ബിൻഖിതാഇൻ മിനദ് ദുനിയാ വഇഖബാലിൻ മിനൽ ആഖിറതി നസല ഇലൈഹി മലായികത്തും മിനസ് സമാഇ. ഒരാൾ ദുനിയാവിൽ നിന്ന് യാത്രയായി പരലോകത്തേക്ക് പോകാനെടുത്താൽ അതാ മലക്കുകൾ അവതരിച്ച് പ്രസന്നമുഖരായ മലക്കുകൾ വരുന്നു. അഥവാ സൂര്യനുദിച്ചതുപോലെയുള്ള പ്രഭാവമാണ്. അതാ മലക്കുകൾ നല്ല സുഗന്ധദ്രവ്യങ്ങളും കഫൻ പുടവകളുമായി മരിക്കാൻ പോകുന്ന മനുഷ്യന്റെ കാഴ്ചവെട്ടത്ത് മുഴുവനും വന്നിരിക്കുകയാണ്. മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം അവസാനമാണ് നല്ല പ്രചോദിതരായ മലക്കുകൾ വന്ന് കണ്ണെത്താ ദൂരം വരെ നിരന്നിട്ട് അവസാനമതാ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വിശ്വാസിയായ മനുഷ്യന്റെ ആത്മാവിനെ പിടിക്കാനാണെങ്കിൽ മലക്കുൽ മൗത്ത് വരുന്നു. അല്ലയോ ശാന്തി തേടിയ ആത്മാവേ, ഉഖ്റുജീ ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി അല്ലാഹുവിൽ നിന്നുള്ള പൊരുത്തവും അല്ലാഹുവിൽ നിന്നുള്ള തൃപ്തിയിലേക്കും നിങ്ങൾ കടന്നോ. പാത്രത്തിൽ നിന്ന് വെള്ളമൊഴിക്കുന്ന ലാഘവത്തോടെ വിശ്വാസിയുടെ ആത്മാവിനെ ഊരിയിട്ട് ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് കൂടെയുള്ള മലക്കുകളെ ഏൽപ്പിക്കുകയാണ്. ബറാഅ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖബറിന്റെ അടുക്കൽ ഇരുന്നിട്ടാണ് പറയുന്നത്, വിശ്വാസിയായ മനുഷ്യന്റെ ആത്മാവിനെ പിടിച്ചു. എന്നിട്ടതാ വിളിക്കുന്നത് അവന് ഏറ്റവും ഇഷ്ടമുള്ള പേരാണ്. ഏറ്റവും മനോഹരമായ പേര് കൊണ്ട് വിളിച്ച് അവന്റെ ആത്മാവിനെ നല്ല പുടവയിൽ പൊതിഞ്ഞു റെഡിയാക്കി വാനലോകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇത് കഥയല്ല, സങ്കല്പമല്ല, സത്യം മാത്രം ഒഴിഞ്ഞ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൃത്യമായ അവലോകനമാണ്. ഉപരിലോകത്തേക്ക് അവന്റെ ആത്മാവ് കൊണ്ടുപോകുമ്പോൾ എല്ലാ മണ്ഡലങ്ങളിലും അവന് സ്വാഗതമാണ്, എല്ലായിടത്തും സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ ആകാശങ്ങളും ആ എല്ലാ ആകാശത്തിന്റെ വാതിലുകളും തുറക്കപ്പെടുകയാണ്. ഈ ശോഭനമായ ആത്മാവേതാണ്, വരട്ടെ വരട്ടെ എന്ന് പറഞ്ഞ് സജ്ജനങ്ങളുടെ ആത്മാവുകൾ ലോകത്തേക്ക് പാറിക്കളിക്കുകയാണ്, പറന്നു പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എന്നിട്ട് സ്വർഗ്ഗ ഖബറിലേക്ക് കടന്നാൽ ഖബറിൽ നല്ല സ്വർഗീയമായ വസ്ത്രങ്ങളും ഇരിപ്പുകളുമെല്ലാം കൊടുത്തിട്ട് ആത്മീയ ലോകത്ത് നിന്ന് ഖബറിൽ കിടക്കുന്ന മനുഷ്യനിലേക്ക് ആത്മാവിനൊരു ബന്ധം കൊടുക്കുകയാണ്. ഇതാണ് വിശ്വാസിയായ മനുഷ്യന്റെ അവസ്ഥ. വിശ്വാസിയായ മനുഷ്യന്റെ മരണം എങ്ങനെയാണ്? ഈമാനുള്ളവരുടെ മരണം എങ്ങനെയാണ്? അവർ അല്ലാഹുവിനോട് ചേരുകയാണ്. അതേ സമയത്ത് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിന് പകരം ദുഷ്കർമ്മങ്ങൾ ചെയ്തവൻ, പടച്ചവനെ ഓർക്കുന്നതിന് പകരം പടച്ചവനെ മറന്നവൻ, അവന്റെ അവസ്ഥ എന്താണ്? ഖുൽ ഇന്നൽ മൗതല്ലദീ തഫറൂന മിൻഹു ബൈനഹു മുലാഖീകും. നിങ്ങൾ ഓടി ഒളിച്ചുകൊണ്ടിരിക്കുന്ന മരണം നിങ്ങളെ കണ്ടുമുട്ടുന്നതാ. നിങ്ങൾക്ക് മരണം എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല, ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുന്നതാ. കല്ലാ ഇദാ ബലഗതി തറാഖി വഖീല മൻ റാഖ വലന്ന അന്നഹു الفراق والتفت الساق بالساق إلى ربك يومئذ المساق. കണ്ടില്ലയോ അവിശ്വാസിയായ സത്യസന്ധമായി ജീവിക്കാത്ത മനുഷ്യൻ, അവന്റെ ആത്മാവിനെ ഏറ്റെടുക്കാൻ ആരുമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ബറാഅ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു തന്നെ പറയുകയാണ്, സൽക്കർമ്മിയല്ലാത്ത മനുഷ്യന്റെ ആത്മാവിനെ പിടിക്കേണ്ട നേരമാകുമ്പോൾ അതാ അവന്റെ മുമ്പിലേക്ക് വരുന്നു ഒരു പറ്റം ഇരുണ്ട മുഖമുള്ള മലക്കുകൾ ക്രൂരമായ ഭാവത്തോടെ അവൻ നോക്കുന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ്. അവസാനം മലക്കുൽ മൗത്ത് അസ്റായീൽ വന്ന് വളരെ കഠിനമായ ശൈലിയിൽ അവന്റെ ആത്മാവിനെ ഊരിയിട്ട് കൊടുക്കുമ്പോ അത് ഏറ്റെടുക്കാൻ ആളില്ല. ഇത് ഞങ്ങൾക്ക് വേണ്ട. കാരണം എന്താ? പടച്ചവൻ പണം കൊടുത്തപ്പോ കള്ളുകൊടുത്ത് നടന്നവനാണ്, വ്യഭിചാരത്തിനായി നടന്നവനാണ്, തെരുവിലേക്ക് അന്യപുരുഷന്മാരെ മാടി വിളിച്ചവളാണ്. അല്ലാഹു തആല പണം കൊടുത്തപ്പോ തലയിലെ മക്കരെ മാറ്റിയിട്ട് സ്വന്തം തുണിയാക്കിയ പെണ്ണാണ്. ഇവിടെ ആവശ്യമില്ല. നമ്മുടെ സഹോദരിമാർ നല്ല ഇസ്ലാമിക ബോധം ഉള്ളവരാണെന്ന് പറയുന്നവർ പോലും ആസ്വാദനങ്ങളുടെ ലോകത്ത് വരുമ്പോ അവർ മറന്നുപോയി.
ഇന്നൊക്കെ നിങ്ങൾ നോക്കൂ, ബസ് സ്റ്റോപ്പുകളിലൊക്കെ നിൽക്കുമ്പോഴും തെരുവിലേക്ക് ഇറങ്ങിയാലും നല്ല പൈസയുണ്ട്, നല്ല പർദ്ദയും ഇട്ടിട്ടുണ്ട്. പക്ഷേ തലയിലിട്ടേക്കുന്ന തുണിയോ ആരെ ബോധിപ്പിക്കാനാ പെണ്ണെ ഈ തുണിയിട്ടുണ്ട് നടക്കുന്നത്? അള്ളാനെ പേടിച്ചിട്ട് തല മറക്കാനാണെങ്കിൽ നീ മക്കനിട്ടിട്ടല്ലേ നടക്കേണ്ടത്? അല്ലാഹുവിനെ ഭയപ്പെട്ട് തലമറയ്ക്കാനാണെങ്കിൽ നീ നടക്കേണ്ടത് മക്കനിട്ടുകൊണ്ടാ. നിന്റെ തലയിലുള്ള തുണ്ടം ആരെ ബോധിപ്പിക്കാനാ? നിന്റെ തലയിൽ ഏത് തുണിയാ ഇടണ്ടെന്ന് തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ പർദ്ദ കമ്പനിക്കാരനല്ല, നിന്റെ ദീനീ സംസ്കാരമാണ്. നിന്റെ പർദ്ദയിൽ ഏത് ബൾബാകത്തുണ്ടെന്ന് തീരുമാനിക്കേണ്ടത് പർദ്ദ കച്ചവടക്കാരനല്ല, നിന്റെ ഈമാനിക ബോധമാണ്. ഇത് പറയുമ്പോ വിചാരിക്കരുത് ഞാൻ ഇവിടുത്തെ സഹോദരിമാരെയൊക്കെ ചീത്ത വിളിക്കാൻ വന്നതാണ്. ഇസ്ലാമിക ബോധം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്ക് വരാനുള്ള നഷ്ടം താൽക്കാലികമല്ല. നമുക്ക് നഷ്ടപ്പെടാനുള്ളത് പാരമ്പര്യമായ ലോകമാണ്. ഈ ലോകത്തുള്ള എല്ലാ ആസ്വാദനങ്ങളും അവസാനിക്കും. അവസാനം പടച്ചവന്റെ കോടിയോളം വിചാരണ ചെയ്യപ്പെടും, രക്ഷപ്പെടണം. സ്വർഗത്തിന്റെ പറുദീസകളിലേക്ക് എത്തിച്ചേരാനെങ്കിൽ അല്ലാഹുവിനെക്കുറിച്ചുള്ള വിചാരത്തോടെ ആയിഷ റളിയല്ലാഹു അൻഹ ജീവിച്ചതുപോലെ ജീവിക്കുമ്പോഴേ സ്വർഗത്തിലെത്താൻ പറ്റൂ. ആയിഷ റളിയല്ലാഹു അൻഹ അരയും തലയൊക്കെ തുറന്നിട്ടിട്ട് ഇങ്ങനെ തെരുവിലൂടെ തെണ്ടിയ പെണ്ണല്ല. അള്ളാഹുവിന്റെ നിയമം അനുസരിച്ച് വീടിന്റെ ഉള്ളിൽ ഇരുന്ന മഹദിയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ നമ്മുടെ സഹോദരന്മാരെ പോലെ രാവിലെ കാറുമെടുത്ത് കയ്യിൽ മൊബൈലുമെടുത്ത് തെരുവിലൂടെ കറങ്ങാനിറങ്ങിയ പെണ്ണല്ല. അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ആഭ്യന്തരത്തിലിരുന്ന സഹോദരിയാണ്. ഇത് പറയുമ്പോ ഇസ്ലാം പെണ്ണിനെ കൊണ്ട് അടുക്കളയിലിട്ടുണ്ട്. ഇസ്ലാം പെണ്ണിന്റെ അധികാര ലോകത്ത് സ്വാതന്ത്ര്യം കൊടുത്തു. മുസ്ലിങ്ങളായ ആളുകൾക്ക് പോലും ചിലപ്പോൾ ബുദ്ധിജീവിയായി തോന്നിയ പിന്നെ ഇസ്ലാമിനെ കണ്ടുകൂടാ. എന്ത് ബുദ്ധിജീവി? കുറെ ബുദ്ധിജീവികൾ നമ്മുടെ നാട്ടിലുണ്ട്. ലേഖനം എഴുതി വിപ്ലവം ഉണ്ടാക്കാനല്ലാതെ ഏതെങ്കിലും ഒരു പാവത്തിനെ സഹായിക്കാൻ ഈ ബുദ്ധിജീവികളെ കിട്ടുമോ? ലോകത്ത് എന്തെങ്കിലും പ്രശ്നം വന്നാൽ പരിഹരിക്കാൻ പറ്റുമോ? പേന എടുത്ത് ലേഖനം എഴുതി കുഴപ്പമുണ്ടാക്കാൻ മാത്രമുള്ള കുറെ ബുദ്ധിജീവികളുടെ ഭാരം പേറുന്ന സമൂഹമാണ് നമ്മൾ. നിങ്ങൾ ആലോചിച്ചു, പത്രക്കോളങ്ങളിലെ ചില ബുദ്ധിജീവികളുണ്ടല്ലോ, അവരെ കൊണ്ട് നമുക്കെന്താ കാര്യം? അവർ സമൂഹത്തിൽ ഇഷ്യൂ വരുമ്പോ പേന എടുത്ത് വിഷം ചീറ്റാൻ വേണ്ടി നിൽക്കുന്നവർ. അവർ സുഖസുന്ദരമായവരുടെ മാളികയിലിരിക്കുക, റോയൽറ്റിയും വാങ്ങി. ഈ സമുദായത്തിന്റെ കഷ്ടപ്പാടൊന്നും അവർക്കറിയാം. അതേസമയത്ത് കഷ്ടതകളും നഷ്ടതകളും അനുഭവിച്ചുകൊണ്ട് സമൂഹത്തെ വഹിച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിത ജ്യോതിഷുകളും ആജ്ഞാനികളായ പണ്ഡിതന്മാരിവിടെയുണ്ട്. അനാഥ മക്കൾ എവിടെയാണ്? അവർക്ക് സനാഥത്വം നൽകുക. വിജ്ഞാനം ആവശ്യം എവിടെയുള്ളത്? അവർക്ക് വിജ്ഞാനം കൊടുക്കാൻ. വീടില്ലാത്തവരെവിടെയുള്ളത്? വീടുണ്ടാക്കി കൊടുക്കാൻ. അതുപോലെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാരും സേവകന്മാരും ഒരുപാടുണ്ട്. സമ്പന്നന്മാരായ ഒരുപാട് ആളുകൾ സംഭാവന ചെയ്ത പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതേസമയത്ത് ഇതിലൊന്നും ബാധകമല്ല, ഞാൻ ബുദ്ധിജീവിയാ. അത്തരം ചില ഭാരം പേറുകള് നമ്മൾ അവർക്ക് പ്രോത്സാഹനം കൊടുക്കേണ്ടതല്ല. ആ വിഷയത്തിലേക്ക് ഇപ്പൊ ഞാൻ പോണില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത്, പരിശുദ്ധമായ ഇസ്ലാമിന്റെ സീമയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരി, ഞാൻ എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന പെണ്ണാണ്. മദീനയിൽ കിടക്കുന്ന ലോകത്തിന്റെ നേതാവിന് ഇഷ്ടമുള്ള വേഷമേ ഞാൻ ധരിക്കൂ. ആ ഹബീബിന് ഇഷ്ടമുള്ള ഭാവമേ ഞാൻ നടക്കൂ. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താൽപര്യത്തിനപ്പുറം പോലാതെ തീരുമാനിക്കാൻ ഈമാനുള്ള സഹോദരി നിനക്ക് സാധിക്കണം. അപ്പോഴാ നമ്മൾ ഇസ്ലാമിന്റെ വ്യക്തിയാവുക. കണ്ടില്ലേ, ഫാത്തിമത്തുൽ സഹറ റളിയല്ലാഹു അൻഹ ആരാണ്? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോളാണ്. എന്റെ പൊന്നുമോള് ഫാത്തിമാക്ക് കല്യാണം നടത്താൻ പോവാണ്. അൻസാരികളെ, മുഹാജിറുകളെ, എന്റെ മോളുടെ കല്യാണമാണ്, എന്റെ കരളിന്റെ കഷ്ടമായ പൊന്നുമോളാണ് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനം നടത്തി. ലോകത്തെ ഏറ്റവും വലിയ മണിമാളിക പണിതു കൊടുക്കാൻ അൻസാറുകൾ തയ്യാറാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താൽപര്യപ്പെട്ടില്ല. അതുമാത്രമല്ല, മറ്റുള്ളവരോട് ലളിതമായ ജീവിതം നയിക്കണമെന്ന് പഠിപ്പിച്ച പുണ്യനബി സ്വന്തം മോളൊരു മാലയിട്ട് വന്നപ്പോ മുഖമങ്ങ് തിരിച്ചു.
എന്താ ഉപ്പ അവിടുത്തെ കനിഷ്ഠമായത്? മോളെ ഒന്നുമില്ല, മോള് പൂർണ്ണമായും ഒരു പരിത്യാഗിനിയാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. കാരണം മോക്ക് ഞാൻ തന്റെ പഞ്ചായത്തിലെ ഗവർണറാക്കിയതല്ല, മദീന പ്രവിശ്യയുടെ നേതാവാക്കിയതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്താകുമ്പോൾ 64 വയസ്സ് വരെ ജീവിച്ചു ആയിഷ റളിയല്ലാഹു അൻഹ. 18ാമത്തെ വയസ്സിൽ വിധവയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി 18ാമത്തെ വയസ്സിൽ. 4 ഖലീഫമാരുടെ കാലവും കഴിഞ്ഞു ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ വഫാത്താകാൻ. ആ ആയിഷ റളിയല്ലാഹു അൻഹ ഇനി ഞാൻ വഫാത്തായ എന്റെ ഭാര്യ ഭരിച്ചോട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആരെങ്കിലും എതിർക്കൂ? അപ്പൊ ഇസ്ലാമിന്റെ പൊളിറ്റിക്സ് വായിക്കേണ്ടത് അവിടെ നിന്നാണ്. തലതിരിഞ്ഞ് ഇസ്ലാമിക രാഷ്ട്രീയം വായിക്കുന്നവർ വായിക്കട്ടെ നേരായ ഇസ്ലാമിക രാഷ്ട്രീയ 64 വയസ്സുവരെ ചാരിത്രബോധത്തോടെ ഇസ്ലാമിക ലോകത്തിലെ ആത്മീയതയുടെ നേതൃത്വം അരമനയുടെ അകത്തകത്തിരുന്ന സാരഥ്യം വഹിച്ച ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജീവിതം പഠിക്കണം. അല്ലാതെ വേറെ എവിടെങ്കിലും പോയിട്ടല്ല ഇസ്ലാമിക പൊളിറ്റിക്സ് വായിക്കാൻ. അല്ല, ആയിഷ റളിയല്ലാഹു അൻഹ ഇനി ഖലീഫയാക്കിയാൽ മതി എന്ന് പറഞ്ഞ ആരെങ്കിലും എതിർക്കോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എതിർക്കൂലായിരുന്നു. ആയിഷ ബീവിക്ക് ബുദ്ധിയില്ലേ? ഏറ്റവും ബുദ്ധിമതിയായ പെണ്ണ് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് അവിടുത്തെ ശിക്ഷണയില്ലേ? 4 ഖലീഫമാരും അവിടുത്തെ വാതിൽക്കൽ വന്നു. പ്രതിസന്ധിയുള്ള ഘട്ടങ്ങളിൽ സംശയ നിവാരണം. അത്രയും വലിയ മഹതിയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസിന്റെ വചനങ്ങൾ, ആ ഹദീസിന്റെ വചനങ്ങൾ വായിക്കാൻ ഇന്നും വിദ്യാർത്ഥികൾക്ക് പ്രയാസമാണ്. മറ്റു സഹാബികളുടെ വാചക ഘടനയേക്കാൾ അർത്ഥവത്തായ വാചക ഘടനയാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടേത്. മാത്രമല്ല 6 വയസ്സിൽ വീട്ടിലിരുന്ന് കൊച്ചു കൊച്ചു ചോറും കറിയും വെച്ച് കളിക്കുന്ന പെൺകുട്ടിയുടെ പ്രായത്തിലിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് ചോദിക്കുമ്പോൾ പറയുന്ന മറുപടി എന്താണെന്നറിയോ? മുൻകാല ചരിത്രത്തിന്റെ ഉദ്ധരണികളാ. എന്താ ആയിഷ ചിറകുള്ള പാവയോ എന്ന് ചോദിച്ചപ്പോ ചോദിച്ചു, സുലൈമാൻ നബിയുടെ കുതിര എങ്ങനെയായിരുന്നു നബിയെ? അത്രയും മാത്രം മുൻകാല വിവരമുള്ള മഹതിയായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ. വളരെ ശിക്ഷണയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത മഹതിയാണ്. ഒരുപാട് 12ഓളം പ്രധാന ഘട്ടങ്ങളിൽ അതീവ ബുദ്ധിയോടെ ആയിഷ റളിയല്ലാഹു തആല ചോദിച്ചതായി ചരിത്രത്തിൽ വായിക്കാം. അത് ആയിഷ ബീവിയെ കുറിച്ച് സാധുവായ ഞാൻ സംസാരിച്ച 4 മണിക്കൂർ സീഡിയുണ്ട്, അതിൽ കേൾക്കാവുന്നതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ ജീവിതത്തിന്റെ ഇടവഴികളിൽ നിന്ന് മാതൃകയുടെ മഹത്തായ അധ്യായങ്ങളെ ഏറ്റെടുക്കുമ്പോഴാണ് ലോകത്തിന്റെ നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ, റാഹത്തുൽ ലിൽ ആശിഖീൻ, മുറാദുൽ മുസ്താഖീൻ, ശംസുൽ ആരിഫീൻ, മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് മരിച്ചുപോയ ഒരാൾ അയാളുടെ മുമ്പിലേക്ക് നല്ല സുമുഖനായ ഒരാളെ കാണിപ്പിക്കപ്പെടും. കാണിച്ചു കൊടുക്കും നല്ല സുന്ദരനായ ഒരാള്. ഇപ്പൊ ചോദിക്കും, മൻ ഹാദാ, ഇതാരാ? അപ്പോൾ പറയും, ഇത് നിന്റെ സൽക്കർമ്മങ്ങളാണ്, അത് നിന്റെ നേരം പോക്കിന് വേണ്ടിയുള്ളതാണ്. സൽക്കർമ്മങ്ങളെല്ലാം സൗന്ദര്യഭാവത്തോടെ പാരത്രിക ലോകത്തെ സഹായിയാണ്. അതേ സമയത്ത് പലിശയും മേടിച്ച് കള്ളും കുടിച്ച് പെണ്ണും പിടിച്ച് തോന്നിവാസവും കാണിച്ച് ആരാടാ എന്നെ ചോദിക്കാൻ ഒരു മൊയ്ലാരി ചോദിക്കാൻ പാടില്ല, എന്റെ പണം കൊണ്ടാടാ ഞാൻ വിലസുന്നത് എന്ന് പറഞ്ഞ് നടന്നവൻ മരിച്ചുപോയാൽ അവന്റെ മുമ്പിലേക്ക് ഭീകരമായ ദൃശ്യമാണ് കാണിക്കപ്പെടുന്നത്. ആ സമയത്ത് അവിടുന്ന് ചോദ്യം ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ പറയും, മറ്റാരുമല്ല, ഇത് മറ്റാരുമല്ല, നിന്റെ ദുഷ്കർമ്മങ്ങളാണ്. കാരണം ശരിയായ കർമ്മം ചെയ്യാത്തവന്റെ അവസ്ഥ എന്താണ്? ഖാല റബ്ബി ഇർജിഊനി ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറകു. പടച്ചവനെ എന്നെ ഒന്ന് മടക്കിത്തരണേ അല്ലാഹ്. സൽക്കർമ്മങ്ങൾ ചെയ്യാത്തവർക്ക് മരിച്ചുപോയാൽ പറയും, പടച്ചവനെ എന്നെ ഒന്ന് ദുനിയാവിലേക്ക് മടക്കണേ.
എന്നെ ഒന്ന് കതിരൂരിലേക്ക് തിരിച്ചുവിടണേ അല്ലാഹ്. ഞാൻ ഈ തിരിച്ചുപോയാ മാന്യമായിട്ട് നിസ്കരിച്ചോളാം, മാന്യമായിട്ട് നോമ്പെടുത്തോളാം, ധർമ്മം ചെയ്തോളാം, സൽക്കർമ്മങ്ങൾ ചെയ്തോളാം, ഞാൻ റെഡിയാ. അപ്പോൾ അല്ലാഹു തആല പറയുന്നില്ല, ഇല്ല, പോകാനായിട്ടില്ല. അങ്ങനെ ഒരു മടക്കമില്ല. റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്തഖറ വഅകും മിനസ് സ്വാലിഹീൻ. പടച്ചവനെ, ഇപ്പോഴേ എന്നെ പിടിക്കല്ലേ അല്ലാ, അല്പമൊന്ന് വെയിറ്റ് ചെയ്യണേ അല്ലാ. ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്തോളാം, ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്തോളാം, ഞാൻ പുണ്യവാന്മാരുടെ കർമ്മങ്ങൾ ചെയ്തോളാം, എന്നെ ഒന്ന് സ്വീകരിക്കണേ അല്ലാ. അപ്പൊ അല്ലാഹു തആല പറയുന്ന മറുപടിയുണ്ട്, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. അതൊരു വെറും വർത്തമാനമാണത്, മൈൻഡാക്കണ്ട. 50 വയസ്സ്, 60 വയസ്സ്, 40 വയസ്സ് കൊടുത്തിട്ട് അവന് കമന്റടിക്കാനും കച്ചറ കാണിക്കാനും ബഹളം നടത്താനുമേ സമയമുണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് അവന്റെ ഈ വാചകം കേൾക്കേണ്ടതില്ല. സമയമെടുത്തു, ഇനി യാത്രയാ. അല്ലാഹു ഒരു നിമിഷം പോലും പിന്തിക്കുന്നതല്ല. ولو ترى إذ الظالمون في غمرات الموت والملائكة باسطوا أيديهم أخرجوا أنفسكم اليوم تجزون عذاب الهون بما كنتم تقولون على الله غير الحق وكنتم على آياته تستكبرون. അസത്യവിശ്വാസിയല്ലാത്ത ദുഷ്കർമ്മിയായ മനുഷ്യന്റെ അടുക്കലേക്ക് മലക്കുകൾ റൂഹ് പിടിക്കാൻ വരുമ്പോൾ അവര് പറയും, ഇറങ്ങടാ ആത്മാവേ ഒന്ന്. അൽയൗമ തുജ്സൗന അദാബൽ ഹൂൻ. ഇന്ന് നിന്ദ്യമായ ശിക്ഷ നിനക്ക് നൽകാൻ പോവുകയാണ്. എന്തിനാണ് നിനക്ക് ശിക്ഷ നൽകുന്നത്? ബിമാ കുന്തും തഖൂലൂന അലല്ലാഹ്. സത്യമല്ലാത്തത് അല്ലാഹുവിനെ കുറിച്ച് നീ പറഞ്ഞില്ലേ. പടച്ചോനുണ്ട് മോളെ, ഇങ്ങനെയൊന്നും തുള്ളല്ലേടി എന്ന് പറഞ്ഞപ്പം പടച്ചോനൊക്കെ ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല, മരിച്ചാലല്ലേ അറിയാൻ പറ്റൂ എന്ന് പറയുന്നവനെ നിനക്കാണ് ശിക്ഷ. മോനെ, പടച്ചവനെ ഓർക്കണം, നീ ഞെരിയാണിക്ക് താഴെ നിന്റെ പാൻസ് ഇറക്കാൻ പാടില്ല. അതൊക്കെ ഞങ്ങൾ തീരുമാനിക്കും മൊയ്ലാരെ, അത് സ്വകാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ട. എന്റെ പാൻസിന് എവിടാ നീളം വേണ്ടതെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. അല്ല മോനെ, നമ്മളുടെ ആത്മാവിനേക്കാൾ കടമയുള്ള പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചതാണ്, നീ നിന്റെ വസ്ത്രം ഞെരിയാണിക്കു താഴെ ഇറക്കാൻ പാടില്ല. എന്തൊരു വൈപരീത്യത്തിന്റെ ലോകമാണിത്, എന്തൊരു വിപരീതങ്ങളുടെ ലോകമാണിത്. പുരുഷൻ മുട്ടുപൊക്കലിനിടയിലാണ് അവന്റെ ഔറന്ന് ഇസ്ലാം. പുരുഷൻ പുതച്ചു മൂടി ഹെൽമറ്റും പാൻസും സോക്സും എല്ലാം സൂട്ട് കിട്ടാൻ നടക്കുന്നത്. പെണ്ണിന്റേത് മുഴുവനും ഔറത്തെന്നാണ് പടച്ചവൻ പറഞ്ഞത്. പെണ്ണ് തുണ്ടൻ തുണിയിലാണ് നടക്കുന്നത്. ഇതെന്തൊരു വിരോധാഭാസമാണ്. എയർപോർട്ടിലേക്കോ അല്ലെങ്കിൽ കേരളത്തിന്റെ തന്നെ തെരുവിലേക്കോ ഇറങ്ങിയ മൊത്തം മറയ്ക്കാൻ പറഞ്ഞ പെണ്ണ് തുണ്ടൻ തുണിയിലാണ്. കുറച്ച് മറച്ചാ മതി എന്ന് പറഞ്ഞാണ് ഫുൾ കോട്ടിലാണ്. എന്തൊരു വിപരീതങ്ങളുടെ ലോകമാണിത്. മറയ്ക്കാൻ പറഞ്ഞതിനെ തുറന്നിടുന്നു, തുറന്നിടാൻ അനുവദിച്ചതിനെ മറച്ചു വെക്കുന്നു. ഇങ്ങനെ വിപരീതങ്ങളുടെ ലോകത്താണ് മനുഷ്യൻ ജീവിക്കുന്നത്. പെണ്ണ് തെരുവിലിറങ്ങിയപ്പോഴാണ് വേശ്യാലയങ്ങൾ അധികരിച്ചത്. പെണ്ണ് തെരുവിലിറങ്ങിയപ്പോഴാണ് ആക്രമണങ്ങൾ അധികമായത്. ഇവിടെ പീഡിപ്പിക്കുന്നവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സമൂഹത്തിന്റെ താളം തെറ്റിച്ചു കളഞ്ഞ നിയമങ്ങളെയാണ് നിയന്ത്രിക്കേണ്ടത്. പണ്ടങ്ങനല്ല. പണ്ടത്തെ നമ്മുടെ തലമുറകൾ ചിന്തിക്കാൻ പോലും മടിച്ചിരുന്ന കാര്യങ്ങൾ ഇന്ന് പിള്ളേര് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കണം, കുറ്റകൃത്യങ്ങളിൽ നിന്ന് പുറത്തു വരുന്നതിന്റെ 10 മടങ്ങ് അകത്തളങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വിശേഷിച്ചും ലൈംഗികമായ പീഡനങ്ങൾ, ദുരാചാരങ്ങൾ, തെറ്റായ സമീപനങ്ങൾ, ഇന്റർ ഫാമിലി സെക്സുകൾ അധികരിച്ച ലോകമായിരുന്നു. അതിലെ 1% പോലും പുറത്തു വരുന്നു എന്ന് പറയാൻ പറ്റൂല. സമീപകാലത്തെ ഭ്രൂണഹത്യകളെ കുറിച്ച് ഇന്നത്തെ പത്രത്തിന് നീണ്ടൊരു ലേഖനം ഏതോ ഒരു പത്രത്തിൽ ഞാൻ കണ്ടു. അടിവയറ്റിൽ വെച്ച് ജീവൻ നഷ്ടപ്പെടുന്ന പെൺകുഞ്ഞുങ്ങൾ,
എവിടെ എത്തി രോഗം? അതൊന്നും കാണാൻ ഇവിടെ നേരമില്ല മുല്യാരെ. ഇവിടെ പുതിയ സയൻസ് ആൻഡ് ടെക്നോളജി, മോഡേൺ ആൻഡ് സീഡാക്ക് C++ ഒക്കെ വന്നപ്പോഴല്ലേ ലോകം വലുതായത്. അങ്ങനെ ലോകത്തിന്റെ പോസിറ്റീവ് മെന്റാലിറ്റിയിൽ നിന്ന് മാറിയിട്ട് ധർമ്മത്തിന്റെ നെഗറ്റീവ് കാഴ്ചപ്പാടുകളിൽ നിന്ന് ഈ സമുദായം എവിടെ പഠിക്കാൻ നമുക്ക് കഴിയണം. ധർമ്മത്തിന്റെ കണ്ണുകൾ അസ്തമിച്ചു പോയി, ശരിയുടെ കാഴ്ചപ്പാടുകളില്ലായ്മ ചെയ്യപ്പെട്ടു പോയി. ധർമ്മം എവിടെയെന്ന് അന്വേഷിക്കാൻ ആളില്ലാതെയായി പോയി. നീതിക്ക് വേണ്ടി ശബ്ദിക്കാനുള്ള കേന്ദ്രങ്ങൾ നഷ്ടമായി പോയി. നീതി കോടതികളില്ല, ന്യായ കോടതികളെ ഉള്ളൂ എന്ന് പറയാം. ലോകത്തുള്ള കോടതികളൊക്കെ ന്യായ കോടതിയാ. വക്കീല് പറയുന്ന ന്യായമാണെങ്കിൽ വിധിക്കും. യഥാർത്ഥ നീതിയല്ല ഇവിടെ. അപ്പൊ ഇതേപോലെ നമ്മുടെ വ്യവസ്ഥിതികൾ മുഴുവനും മാറി വരുമ്പോ എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരോട് കൽവിന്റെ ഉള്ളിൽ നിന്ന് പറയാനുള്ളത്, മോനെ, നമ്മളൊരു യഥാർത്ഥ മുസ്ലിമാകണം. 4 ചില്ലറ കിട്ടിയപ്പോഴേക്ക് പോട്ടകുപ്പായം, തുണി എല്ലാം മാറട്ടെ. അങ്ങനല്ല, അവൻ ഒഴുക്കിനനുസരിച്ച് നീന്തുന്നവനാണ്. അതിന് യാതൊരു പണിയില്ല മോനെ. ഒഴുക്കിനെതിരെ നീന്താൻ കഴിയണം. അവിടെയാണ് അവിടെയാണ് കരുത്ത്, അവിടെയാണ് വ്യക്തിത്വം. നമുക്ക് ഇസ്ലാം കൽപ്പിച്ച ഒരു സംസ്കാരത്തിൽ അധിഷ്ഠിതമായ വേഷം, അതിൽ പിടിച്ചു നിൽക്കാൻ കഴിയണം. അതെന്റെ കൂട്ടുകാരെല്ലാം ഇങ്ങനെ ആവുമ്പോ എങ്ങനെയാ? എന്റെ സുഹൃത്തുക്കളെല്ലാം ഇങ്ങനെ ആവുമ്പോ എങ്ങനെയാ? അവിടെയല്ല, കരുത്തോടുകൂടി 1000 കുടിയന്മാരുടെ നടുവിൽ കുടിക്കാതിരിക്കാൻ കഴിയുന്നതാണ് സമരം. 1000 ചെമ്മാടികളുടെ നടുവിൽ ധർമ്മനിഷ്ഠയോടെ ജീവിക്കാൻ കഴിയുന്നവനാണ് പോരാളി. 1000 അരുതായ്മകളുടെ ഇടയിൽ നീതിബോധത്തോടെ ഒളിച്ചു നിൽക്കാൻ കഴിയുന്നവനാണ് കരുത്തുള്ളവൻ. എടുത്തുചാട്ടമല്ല ശക്തി എന്ന് പറയുന്നത്. വിപരീത ഭാവങ്ങളോട് സമം ചെയ്ത് നിൽക്കാൻ കഴിയുന്നവനാണ് കരുത്തുള്ളവൻ. എല്ലാവരും ഒഴുക്കിനനുകൂലമായി നീന്തുമ്പോൾ അതിനെതിരെ നീന്താൻ കഴിയുന്നവനാണ് കരുത്തുള്ളവൻ. അപ്പൊ എല്ലാരും അങ്ങനെയാണ്. കോളേജിൽ പോയാലും, ക്യാമ്പസിൽ പോയാലും, പബ്ലിക്കിൽ പോയാലും, മാർക്കറ്റിൽ പോയാലും എല്ലാരും അങ്ങനെ. അതുകൊണ്ട് ഞാനും അങ്ങനെ. അപ്പൊ നീ കരുത്തില്ലാത്തവനാണ്. ഞാനും കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്യുന്ന, കേരള ഗവൺമെന്റിന്റെ സ്കോളർഷിപ്പ് വാങ്ങിയിട്ട് റിസർച്ച് ചെയ്യുന്ന ഒരാളാണ്. നിങ്ങൾ വിചാരിക്കരുത് മതത്തിന്റെ മേഖലയിൽ മാത്രം നിന്നുകൊണ്ട് ഭൗതികതയ്ക്കെതിരെ പറയുന്ന ആളാണ്. ഞാൻ കേരളത്തിലെ 5ഓളം യൂണിവേഴ്സിറ്റികളിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാനൊരു വിദ്യാർത്ഥിയാണ്. അതൊന്നും നമ്മുടെ ഐഡന്റിറ്റി പണയം വെക്കാനുള്ളതല്ല. ഇപ്പോ നിങ്ങൾ പിണറായി സ്കൂളിൽ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ സഹപാഠിയാണ് ഇപ്പൊ പിണറായി സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകൻ. ആ സ്കൂളിൽ ഒരു മുസ്ലിം അധ്യാപകനേ ഉള്ളൂ. അവിടെ ഹയർ സെക്കൻഡറിയിൽ ഇംഗ്ലീഷ് എടുക്കുന്ന മതപണ്ഡിതനായ ഒരു അധ്യാപകൻ. മമ്പറത്തുള്ള ആളായി ഈ ജില്ലയിൽ. പോകുന്ന എങ്ങനെയാ? 1ാം തരം ഇതേ വേഷത്തിലാ പോകുന്നത്. അതുകൊണ്ട് പ്രതാപത്തിന് യാതൊരു കുറവില്ല. 3 ദിവസം അവിടെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വരും. ബാക്കിയുള്ള 3 ദിവസം മുഹിമ്മാത്തിൽ മഹല്ലി പോലെയുള്ള വലിയ കിതാബുകൾ ഓതി കൊടുക്കാൻ പോകും. അങ്ങനെയാണ് മുസ്ലിങ്ങൾ സമരം നയിക്കേണ്ടത്. അങ്ങനെയാണ് നമ്മൾ മാതൃകകൾ തീർക്കേണ്ടത്. ഇതുപോലെയുള്ള പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ വലിയ വലിയ വിപ്ലവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇസ്ലാമിന്റെ വേഷവും ഭാവവും ഹോമിച്ചുകൊണ്ടല്ല നമ്മൾ വിദ്യാഭ്യാസം നടത്തേണ്ടത്. നമ്മൾ ഇസ്ലാമിക് ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ടാണ് ചെയ്യേണ്ടത്. അപ്പോഴാണ് ഇസ്ലാമിന് വിലാസം ഉണ്ടാവുക. അപ്പോഴാണ് ഇസ്ലാം അഭിമാനത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുക. തലപ്പാവ് വലിച്ചെറിഞ്ഞും ദാടി പണയം വെച്ചും വേഷമില്ലായ്മയും ഹോമിച്ചുകൊണ്ടല്ല പഠിക്കേണ്ടത്. നമ്മൾ ഇൻഷാ അല്ലാഹ് ഇസ്സത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയണം. എമ്മട്ട് കരസ്ഥമാക്കിയ മതപണ്ഡിതന്മാർ ഈ ജില്ലയിൽ ഉണ്ട്. അവർ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികൾ ഇപ്പോൾ സിവിൽ സർവീസിന്റെ എൻട്രൻസ് കോച്ചിങ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട്. നമ്മുടെ കുട്ടികൾ, എന്റെ അടുക്കൽ പഠിക്കുന്ന 2 വിദ്യാർത്ഥികൾ ഇപ്പോൾ സിവിൽ സർവീസിന്റെ എൻട്രൻസ് കോച്ചിങ് ചെയ്യുന്നവരുണ്ട്. അവർ ഈ വേഷം പണയം വെച്ചിട്ടല്ല പോകുന്നത്. ഇതേ വേഷത്തിൽ പോകണം. നാളെ കരുത്ത് കാണിക്കാൻ നമ്മുടെ മക്കൾക്ക് കഴിയും. അല്ലാതെ ഭൗതികമായ വിദ്യാഭ്യാസം പറ്റ വേണ്ട എന്ന് പറഞ്ഞിട്ടല്ല. ഇസ്ലാമിക നിഷ്ഠയോടുകൂടി ജീവിതം നയിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിന് ഇസ്സത്തോടുകൂടി മുന്നോട്ട് കാണിക്കാൻ പറ്റുന്നവരായി മാറണം. മണ്ഡൽ കമ്മീഷനും മുഹമ്മദ് കമ്മീഷനും സച്ചാർ കമ്മീഷനും മറ്റേ കമ്മീഷനും എല്ലാം അന്വേഷിക്കും എത്ര ശതമാനം മുസ്ലിങ്ങൾക്ക് കോട്ടയുണ്ടെന്ന്. ഞാൻ പറയുന്നു, ഇനി ഒരു കമ്മീഷൻ ഇവിടെ വരേണ്ടതുണ്ട്. ഉദ്യോഗത്തിലിരിക്കുന്ന എത്ര മുസ്ലിങ്ങൾക്ക് ഇസ്ലാമുണ്ടെന്ന് പഠിക്കാനൊരു കമ്മീഷൻ വരണം. ഉദ്യോഗത്തിലിരിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് എത്ര ഇസ്ലാമുണ്ട്?
ഒന്നുമില്ലെങ്കിൽ സമുദായത്തിനും ചെയ്തില്ലേലും വേണ്ടിയില്ല 5 നേരം നിസ്കരിക്കുന്ന എത്ര ഉദ്യോഗസ്ഥന്മാരും. അല്ലാതെ നമുക്ക് കുറെ കോട്ട കിട്ടിയിട്ട് എന്താ കാര്യം? ഒരു കാര്യം. അതുകൊണ്ട് നമ്മൾ അത്തരം ഒരു സമരബോധത്തിലേക്ക് വരണം. പ്രിയപ്പെട്ട സഹോദരിമാരെ, നീതിയുക്തമായ ഇസ്ലാമിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് മാത്രം നമ്മുടെ ആസ്വാദനങ്ങളെയും ആർഭാടങ്ങളെയും പരിമിതപ്പെടുത്തണം. നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി മതത്തെ പണയം വെക്കാൻ പാടില്ല. അപ്പോൾ അബദ്ധസഞ്ചാരികളായ ആളുകളുടെ ആത്മാവിനെ പിടിക്കാൻ വരുമ്പോൾ ആ ആത്മാക്കളോട് പറയുന്നതാണ് അല്ലാഹുവിന്റെ മേൽ നിങ്ങൾ പറഞ്ഞ അരുതായ്മകളുടെ കാരണത്താൽ ഹീനമായ ശിക്ഷ നിങ്ങൾ അനുഭവിച്ചോ. ഇതെന്റെ വാക്കല്ല, ഒരു ലേഖകന്റെ എഴുത്തല്ല. സൂറത്തുൽ അനാമിലെ 93-ാമത്തെ ആയത്താണ്. നിങ്ങൾ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളുടെ മുമ്പിൽ ഗർവ് നടിച്ചവരാണ്, ക്ഷമ കാണിച്ചുകൊണ്ട്. അതൊക്കെ എല്ലാ ഉസ്താദുമാർക്കും വഴന്ന് പറയാനുള്ളത് സ്വർഗവും നരകവും ഒക്കെ തന്നെയാ. അതൊക്കെ നാളെ കണ്ടാലായി ഇല്ലേലായി എന്ന് പറഞ്ഞുകൊണ്ട് മറന്നു നടക്കല്ലേ മോളെ. നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളാരാണ്. നൂറുൽ മഹ്ഫിൽ മേം ദിക്ർ ഖൈർ ഹോഗാ നൂർ കാ ഗാ രഹി ഹേ ഖുൽദ് മേ ഹോ റേം ബിദാന നൂർ കാ ഹേ ഫരിश्तों की ज़बान पर भी तराना नूर का फर्श से तार से अज़म है उजाला नूर का. ഓ നബിയേ, അവിടുത്തെ പ്രകീർത്തനത്തിന്റെ പ്രകാശം പൊഴിയുകയാണ് ലോകമാകമാനം. മലക്കുകളുടെ ആദരങ്ങൾ ചലിക്കുന്നത് പുണ്യ നബിയുടെ കീർത്തനത്തിലും പ്രകാശനത്തിലുമാണ്. ഹേ ഫരിശ്തോं की ज़बाൻ, ഓ മലക്കുകളുടെ അധരങ്ങളെ, ഭീതരാനൂഴ്ക, അവിടുത്തെ പ്രഭാവത്തിന്റെ പ്രകാശനമാണ്. മർഹബാ സല്ലി അലാ ക്യാ രംഗ് നിഗറാനൂഴ്ക നൂർ ഹി ഹേ ഖുൽദ് മേ ഹൂറെ ദിഗാനാ നൂഴ്ക. കണ്ടില്ലയോ പറുദീസകളിൽ ഉല്ലസിക്കുന്ന സുന്ദരികളായ ഹൂറികൾ, അവരും പാടുന്നത് അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രകീർത്തനമാണ്. മോനെ, ബുദ്ധിയുള്ളവനാകണം. ഇതെല്ലാം പറയുമ്പോ എല്ലാ ആസ്വാദനങ്ങളും പണയം വെക്കണമെന്നല്ല. ഇവിടുത്തെ രോഗം പിടിച്ച് ചത്തുപോകുന്ന മരിച്ചു പോകുന്ന പെണ്ണിന്റെ പിന്നാലെ പോയാൽ നാളത്തെ സൂപ്പർ ചരക്ക് നഷ്ടമായി പോകും. നല്ല ഒന്നാം തരം ചരക്ക് സ്വർഗത്തിലുണ്ട് മോനെ. ബുദ്ധിയുള്ളവൻ നല്ല ചരക്കിന് കമന്റടിക്കുന്നവനാണ്. അതുകൊണ്ട് രാവിലെ നിനക്കൊരു മിസ് കോള്, ഉച്ചക്ക് വേറൊരുത്തന്റെ കൂടെ മിസ്സാവും. അങ്ങനത്തെ പെണ്ണിനെ നീ കമന്റടിച്ചാൽ ബുദ്ധിശൂന്യനാണ്. രാവിലെ നിന്നെ നോക്കിയിട്ട് ഇടം കണ്ണടയ്ക്കും, ഉച്ചക്ക് വേറൊരുത്തനെ കണ്ട് വലം കണ്ണടയ്ക്കും, വൈകുന്നേരം ആവുമ്പോൾ ഒരുത്തന്റെ കൂടെ ചാടിപ്പോകും. അതല്ലേ ഇന്നത്തെ കുമാരികളുടെ കഥ. മോനെ, വരണം ആധ്യാത്മികതയുടെ പറുദീസയിൽ നിന്ന് ആസ്വാദനത്തിന്റെ പാരമ്പര്യ ലോകത്തേക്ക് വരുമ്പോ അവിടെ കാത്തിരിക്കുന്നുണ്ട് സുന്ദരികൾ, സ്വർഗത്തിലെ ഹൂറികൾ. പക്ഷേ നീ ദുനിയാവിൽ മര്യാദക്ക് ജീവിച്ചാലേ അവളെ തൊടാൻ പറ്റൂ. കാരണം എന്താ? അവർക്കുള്ള മുൻപല്ലിന്റെ ലങ്കലിൽ കണ്ട് ജിബ്രീല് പോലും അമ്പരം നീട്ടുണ്ട്. രസിപ്പിക്കുവാൻ പല പാട്ടുകൾ അവർക്കുണ്ട്, സുഖിപ്പിക്കുവാനിരുമാറുകൾ നിലയുണ്ട്. മോനെ,
സുന്ദരികളായ ഹൂറിയ വേണോ? എന്നാ നീ രാവിലെ ഏതെങ്കിലും കാണുന്ന പെണ്ണിന്റെ പിന്നാലെ പോരുത്. മഹാന്മാർ അവരുടെ വിശേഷമായി പോയതല്ല, അവരിപ്പോഴും പാരമ്പര്യങ്ങളോട് ജീവിക്കുന്നവരാണ്. അവരുടെ ശരീരങ്ങൾക്ക് അല്ലാഹു തആല കാവൽ നൽകിയിട്ടുള്ളതിന് ഒരുപാട് ഉദാഹരണമുണ്ട്. ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ തിരുശരീരം ഖബർ തുറക്കാൻ നോക്കിയിട്ടുണ്ട്. അത് സാധുവായ എന്റെ ശാഫി ഇമാം എന്ന 6 മണിക്കൂർ പ്രസംഗം ഇവിടെ കിട്ടും, അതിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇതുപോലെ മഹാന്മാരായ ആളുകളെല്ലാം അവരുടെ ഖബറുകളിൽ ജീവിക്കുകയാണ്. അതേ സമയത്ത് നരകാവകാശികളായ ആളുകൾക്ക് പിന്നെയില്ല. വിശ്വാസികളായ ആളുകൾ, അവിടുന്ന് ശുഹദാക്കളായ ആളുകൾ സ്വർഗത്തിൽ അവിടുന്ന് പച്ചക്കിളികളുടെ ഉള്ളിൽ അവരുടെ ആത്മാവുകളായി സ്വർഗത്തിൽ പാറിക്കളിക്കുകയാണ്. പക്ഷേ ആ ശുഹദാക്കൾക്ക് മാത്രം ദുനിയാവിലേക്ക് വരണമെന്നൊരാഗ്രഹമുണ്ട്. വേറെ ഒരു വിശ്വാസിക്കും അങ്ങനെ വരണമെന്ന് ആഗ്രഹമില്ല. പക്ഷേ ശുഹദാക്കൾക്ക് വരണമെന്നുള്ള ആഗ്രഹം എന്തിനാണ്? ഇനിയും ഞങ്ങൾക്കൊന്ന് വന്നിട്ട് യുദ്ധം ചെയ്തിട്ട് ഷഹീദായാൽ ഇത്രയും വലിയ പദവി കിട്ടുമല്ലോ. ശുഹദാക്കൾക്ക് അല്ലാഹു തആല വെച്ചിരിക്കുന്ന വലിയ പദവി കണ്ടപ്പോൾ ഇനി ഒന്നുകൂടി മരിക്കാൻ കഴിഞ്ഞ് ഒന്നുകൂടി ജനിച്ച് ഷഹീദാകാൻ കഴിഞ്ഞെങ്കിൽ എന്ന് വിചാരിച്ചു പോയി. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ അനന്തര സ്വത്ത് കൈകാര്യം ചെയ്ത് കടം വീടാൻ വേണ്ടി അബ്ദുല്ലാഹി ജാബിർ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മോനെ അബ്ദുല്ലാ, നിന്റെ വാപ്പയെ അല്ലാഹു സ്വീകരിച്ചു പോയി. വാപ്പാനോട് അല്ലാഹു എന്താണ് വേണ്ടതെന്ന്. അപ്പൊ വാപ്പ പറഞ്ഞു, അല്ലാഹ് എനിക്ക് ഇനിയും ദുനിയാവിലേക്ക് പോകണം, ഇനിയും ഒന്ന് ഷഹീദാകാം. അങ്ങനെ ഇനിയും എനിക്ക് ഷഹീദായിട്ട് വരണമെന്ന ആഗ്രഹമാ പറഞ്ഞത്. അപ്പൊ അല്ലാഹുവിന്റെ കൽപ്പനയുണ്ടായി. അങ്ങനെ ഒരു വ്യവസ്ഥയില്ല. ഇതുപോലെയാണ് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഞെട്ടത്ത് വീട് ശുഹദാക്കളെങ്കിൽ യുവത്വത്തിന്റെ പ്രസരിപ്പിൽ ജീവിക്കുന്ന ചെറുപ്പക്കാരാ, എന്റെയും ജീവിതം കളിച്ചു തീർക്കാനുള്ളതല്ല, ആസ്വാദനത്തിൽ അവസാനിപ്പിക്കാനുള്ളതല്ല, അടിച്ചു പൊളിക്കാനുള്ളതല്ല, തീര് കണ്ട് തീർക്കാനുള്ളതല്ല, സീരിയല് കണ്ട് തീർക്കാനുള്ളതല്ല, എപ്പമ്മ കണ്ട് കേട്ട് തീർക്കാനുള്ളതല്ല. എന്റെയും ജീവിതം അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനാണ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ അധ്വാനിക്കേണ്ട ഈ ജീവിതം ബിൽ ഇബാദ, ആരാധന കൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കേണ്ടവരാ നമ്മൾ. അതുകൊണ്ട് നമ്മൾ ആത്മീയതയുടെ വഴിയിൽ പോണം. മഹാന്മാരായ ആളുകൾ മുഴുവനും സ്വർഗം കണ്ട് മരിച്ചവരാണ്. നീട്ടി പറയാൻ എനിക്ക് സമയമില്ല, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. കാരണം എനിക്ക് ഇന്ന് രാത്രി തന്നെ മണ്ണാർക്കാട് എത്തേണ്ട ആവശ്യമുണ്ട്. അതുപോലെ ഏതോ ദിവസവും ഇങ്ങനെ പരിപാടികളായതുകൊണ്ട് തന്നെ നീട്ടിക്കൊണ്ടുപോകാൻ പ്രയാസമുണ്ട്. നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം. ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഈ ജീവിതം ആസ്വാദനത്തിലൂടെ കളയാനുള്ളതല്ല. എല്ലാത്തിലും ഉപരിയായി നമ്മുടെ ജീവിതം മനോഹരമാകാൻ. മോനെ, ഇവിടെ എവിടെ കിടന്നാലും കൊട്ടാരത്തിൽ കിടക്കുന്നവനും കുടിലിൽ കിടക്കുന്നവനും ഈ ബോഡി വെക്കേണ്ട ഒരു സ്ഥലത്തല്ലേ കിടന്നുറങ്ങാൻ പറ്റൂ? നിങ്ങൾ ആലോചിക്കൂ. കൊട്ടാരത്തിൽ കിടന്ന ഒരു വലിയ 10-12 കൊട്ടാരമുള്ളൊരു മനുഷ്യന് 12 കൊട്ടാരത്തിലൂടെ കിടക്കാൻ പറ്റൂല. അവന്റെ ഈ ബോഡി വെക്കേണ്ട സ്ഥലത്ത് കിടന്നുകൊണ്ടേ മരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റൂ, രസിക്കാൻ പറ്റൂ. ഇത്ര സ്ഥലം ആവശ്യമില്ല. ഇത് റെയിൽവേ സ്റ്റേഷനിലെ ബെഞ്ചിൽ വെച്ചാലും ഉറങ്ങും, ഇത് ബസിന്റെ സീറ്റിൽ ഇരുന്നാലും ഉറങ്ങും, കാറിന്റെ സീറ്റിൽ വെച്ചാലും ഉറങ്ങും, ട്രെയിനിന്റെ ബെർത്തിൽ വെച്ചാലും ഉറങ്ങും. അതേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. അതിനുവേണ്ടിയല്ല ഈ ജീവിതം ഹോമിക്കേണ്ടത്. ഇനി ഞാൻ വലിയ കോടിപതിയാ, അതുകൊണ്ട് പാവപ്പെട്ടവൻ തിന്നുന്നതിന്റെ 10 ഇരട്ടി എനിക്ക് തിന്നണമെന്ന് വിചാരിച്ച് പള്ള വീർപ്പിക്കാൻ പറ്റും? സംവിധാനമില്ല. ഒരു പരിധി വരെ തിന്നാനും പറ്റും. എല്ലാ ആസ്വാദനങ്ങൾക്കും പരിധിയുണ്ട്.
അതിനപ്പുറം പണക്കാരനായതുകൊണ്ട് കൂട്ടാൻ പറ്റൂല, അതിനപ്പുറത്ത് രസിക്കാൻ പറ്റൂല. അതുകൊണ്ട് നമ്മൾ പച്ചയായ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. എല്ലാത്തിലും ഉപരിയായി നമ്മുടെ വിജയത്തിന്റെ വഴി ഏതാണ്? റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണം. ആ സ്നേഹമാണ് എല്ലാ വിപത്തുകളിൽ നിന്നുമുള്ള രക്ഷയുടെ കവാടം. ആ സ്നേഹമാണ് മോചനത്തിന്റെ വഴി. ഹബീബില്ലാതെ എന്ത് ഹൃദയമാണ്, ഹബീബിനെ സ്നേഹിക്കാതെ മനസ്സിനെന്ത് മധുരമാണ്. ലോകത്തിന്റെ നേതാവിനെ പ്രേമിക്കാനല്ലേ ഈ കൽബല്ലാഹു നൽകിയത്? ലോകത്തിന്റെ നേതാവിനെ സ്നേഹിക്കാനല്ലേ ഈ മനസ്സല്ലാഹു നൽകിയത്? ആ സ്നേഹമുണ്ടെങ്കിൽ ലോകത്തെ മുഴുവൻ വിജയിക്കാൻ പറ്റും. അതാ കണ്ടില്ലയോ, ഒരു സംഘമാളുകൾ യാത്ര ചെയ്യുകയാണ്. ആ ഒരു സംഘമാളുകൾ യാത്ര ചെയ്യുമ്പോൾ കപ്പലെ യാത്രികരാണ്. കപ്പലാടിയലയാൻ തുടങ്ങി, ഇളകി മറിയാൻ തുടങ്ങി. യാത്രികര് മുഴുവനും ഭയന്നു പോയി. എന്താ ചെയ്യുക? കപ്പലുലയുകയാണ്. ആ കപ്പലിൽ നിന്ന് ഒരാളിറങ്ങിയിട്ട് വെള്ളത്തിന്റെ മേലെ മുസല്ല വിരിച്ചു നിസ്കരിക്കാൻ തുടങ്ങി. എല്ലാവരും കപ്പലിൽ കിടന്ന് ആടി ഉലയുമ്പോൾ, ജീവന് വേണ്ടി നിലവിളി ഉയർത്തുമ്പോ, ഒരാൾ കടലിലേക്ക് മുസല്ല വിരിച്ചിട്ട് കരയിൽ നിസ്കരിക്കുമ്പോൾ നിസ്കരിക്കുകയാണ്. എല്ലാവരും വിളിക്കുക, വലിയല്ലാഹി അവസ്ന, അല്ലാഹുവിന്റെ വലിയവറുകളെ ഞങ്ങളെ സഹായിക്കണേ. മൽതഫത ഇലൈന, ഞങ്ങളുടെ അദ്ദേഹം തിരിഞ്ഞു നോക്കിയില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ബിഹഖ്ഖി മൻ ഖവ്വാക ലിഇബാദതിക, ഇങ്ങനെ ആരാധന ചെയ്യാൻ നിങ്ങൾക്ക് കഴിവില്ലെന്ന് അല്ലാഹുവെ മുൻനിർത്തിയിട്ട് പറയുകയാണ്, ഞങ്ങളെ ഒന്ന് നോക്കണേ. അപ്പോൾ തിരിഞ്ഞു നോക്കി, ഞങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് ചോദിച്ചു, എന്താണ് പ്രശ്നം, എന്താണ് വേണ്ടത്? അപ്പൊ ഞങ്ങൾ പറഞ്ഞു, കണ്ടില്ലയോ കപ്പലാടി ഉലയുകയാണ്, ഞങ്ങൾ ഈ കടലിൽ മുങ്ങാൻ പോവുകയാണ്, ഞങ്ങളെ രക്ഷിക്കുമോ? അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ അല്ലാഹുവിലേക്ക് അടുത്തോ, നിങ്ങൾക്ക് രക്ഷയുണ്ട്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഞങ്ങൾ എങ്ങനെയാണ് അല്ലാഹുവിലേക്ക് അടുക്കേണ്ടത്? ദുനിയാവിനെ ഉപേക്ഷിക്കണം. ഞങ്ങൾ ഞങ്ങളുടെ മനസ്സിൽ നിന്ന് ദുനിയാവിനോടുള്ള താല്പര്യങ്ങൾ ഒഴിവാക്കി. അപ്പോൾ പറഞ്ഞു, ബിസ്മി ചൊല്ലിയിട്ട് കപ്പലിൽ നിന്നിറങ്ങിക്കോ. ഞങ്ങൾ ബിസ്മി ചൊല്ലിയിട്ട് കപ്പലിൽ നിന്നിറങ്ങി. ഞങ്ങൾ അദ്ദേഹത്തിന്റെ ചുറ്റും നിന്നു, മുങ്ങിപ്പോകുന്നില്ല. കടലിലാണ്, നടുക്കടലിലാണ്, മുങ്ങാതെ നിൽക്കുകയാണ്. ഞങ്ങൾ 200ഓളം ആളുകളുണ്ട്. അങ്ങനെ ഞങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ ആരാണ്? അപ്പോൾ അവിടുന്ന് പറഞ്ഞ മറുപടി, ഞാൻ ഉവൈസുൽ ഖർനിയാണ്. ഇമാം കല്യൂബിയാണ് ഈ സംഭവം പറയുന്നത് കേട്ടോ. ഞാൻ ഉവൈസുൽ ഖർനിയാണ്. അൽ ബഹ്റു അലാ വൽ മൗജു അതാ ഉലയുന്ന കപ്പലിൽ, ഇളകുന്ന കടലിൽ അലമാലകൾ ഉയരുമ്പോ, തിരമാലകൾ ഇളകുമ്പോ ഞങ്ങളുടെ നോട്ടം മദീനയിലേക്കാണ്. അവിടെയുള്ളത് സമാധാനം പകർന്നു തരാനുള്ള പ്രവാചക പ്രഭുവാണ്. അങ്ങനെ ഞങ്ങളതാ കപ്പലിൽ മുങ്ങിയ കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കുമ്പോ
അവസാനം ഞങ്ങൾ പറഞ്ഞു, അല്ലയോ വലിയവറുകളെ, ഞങ്ങൾക്കൊരു ഉത്സവമേ ഉള്ളൂ. ആ മുങ്ങിപ്പോയ കപ്പലിൽ മദീനത്തെ ഫുഖറാക്കൾക്കുള്ള സ്വത്തുണ്ട്. അത് ഈജിപ്തിലുള്ള ഒരു സമ്പന്നൻ ഞങ്ങളെ ഏൽപ്പിച്ചതാണ്. അത് മുങ്ങിപ്പോയതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട്. ഉവൈസ് റളിയല്ലാഹു അൻഹുവിന് മദീന എന്ന് കേട്ടപ്പോ മനസ്സങ്ങിളകി. കാരണം എന്താ? സറാപ്പാരമൻഹേദിയാറേ മദീന ദവാമാസിനേ ബഹാറേ മദീന. മദീന അത്ര മനോഹരമാണ്, കൽബിന്റെ രാജാവുകൾക്കുന്ന വീടാണ്. മദീനേക്കൽ ഇന്നല്ലെങ്കിൽ നാളെ മദീനത്തേക്ക് പോകേണ്ടവരാണ്. ഞങ്ങൾക്ക് വേണ്ടത് മദീനയിലെ അംഗീകാരമാണ്, വേറെ എവിടത്തെയും അംഗീകാരമല്ല. എന്ന് പറയുന്ന വിശുദ്ധമായ മദീന ഹബീബിന്റെ വീടാണ്. ആ മദീന മനോഹരമായ നാട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാട്ടുകാർക്ക് അവർക്കുള്ള സ്വത്തുണ്ട്. സാധുവായ ഞാൻ മദീനയെ കുറിച്ച് മാത്രം സംസാരിച്ച 8 മണിക്കൂർ സീഡ് നിങ്ങൾക്ക് കിട്ടും. മദീന വിശ്വാസിയുടെ സംഗീതം, വിശ്വാസിയുടെ സങ്കേതം, മടങ്ങാം മദീനയിലേക്ക്, മദീനയുടെ മണ്ണും മനസ്സും, മദീനയിലെ വിശേഷങ്ങൾ, ഇതെല്ലാം മദീനയുടെ ചിത്രീകരണങ്ങൾ ഇമാമുകൾ കിതാബിൽ കൊടുത്തതിന്റെ വിശദീകരണമാണ്. അത് കുറച്ച് ഭാഗങ്ങളൊക്കെ ഇവിടെ ലഭിക്കും. അപ്പൊ ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ മദീന ആ മദീനത്തെ പാവങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞപ്പോൾ ഉവൈസ് റളിയല്ലാഹു അൻഹുവിനെ സഹിക്കാൻ കഴിഞ്ഞില്ല. അപ്പോ ഉവൈസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, കപ്പൽ രക്ഷപ്പെട്ടാ നിങ്ങൾ ആ സ്വത്ത് അവർക്ക് തന്നെ കൊടുക്കുമോ? നഅം, ഞങ്ങൾ അവർക്ക് തന്നെ കൊടുക്കാം. അപ്പോൾ കപ്പൽ അതിലുള്ള മുഴുവൻ സ്വത്തോടെയും പൊങ്ങി മേലേക്ക് വന്നു. ഞങ്ങൾ ആ കപ്പലിൽ കയറി. പിന്നെ നോക്കുമ്പോൾ ആളെ കാണാനില്ല. അപ്പൊ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും എന്റെ ചെറുപ്പക്കാരെ സ്വലാത്ത് വർദ്ധിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വെക്കണം. ഹബീബായ നബി തങ്ങളെ പ്രേമിക്കണം. ഒരു തവണയെങ്കിലും ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണമെന്ന ആശ വേണം. ഉമ്മതന്മാരെ ഹബീബിനെ കാണാനുള്ള ഇഷ്ടം വരണം. സ്വലാത്ത് വർദ്ധിപ്പിക്കണം. മദീനയിലെത്തണം, ഹബീബിനെ കാണണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ഒറ്റ കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു നമ്മുടെ മജ്‌ലിസുകൾ മുഴുവനും സ്വീകരിക്കട്ടെ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ജീവിതകാലം മുഴുവനും പറഞ്ഞ് അവിടുത്തെ തിരുമുഖം കണ്ട് മരിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് 2-3 സ്വലാത്ത് ചൊല്ലണം. ചെറിയൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കും. അതിനു മുമ്പ് മുഅ്മിനീങ്ങളെ, നമ്മുടെ ഈ പള്ളിയുടെ ഈ പുറത്തെ ഭാഗം അത് കൊങ്ങുവെക്കണം. അവസാനം അവിടുത്തെ മുഖം കണ്ട് മരിക്കാൻ ആശ വേണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരുപാട് ആളുകൾ നമ്മളോട് മരണപ്പെട്ടു പോയവരുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദ്, ബഹുമാനപ്പെട്ട ശൈഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദ് അവറുകൾ, മഹാനവറുകൾ ഞങ്ങൾക്ക് സഹീഹുൽ ബുഖാരി ഓതി തന്ന ഉസ്താദാണ്. അതുപോലെ പയ്യനാട് ഞങ്ങൾ സാധുവായ ഞാൻ കോഴിക്കോട് പറയുമ്പോൾ ദുആ ചെയ്തിട്ട് ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു തന്ന മഹാനാണ്. ഹുസൈൻ ശിഹാബ്